നാട്ടിൻകൂട്ടങ്ങളുണ്ട്. പെഹൽഗാമിലേക്കുള്ള എൻട്രി വെൽക്കം ബോർഡ് കണ്ടപ്പോൾ തന്നെ നമ്മളുടെ കാഴ്ചകൾ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്. പെഹൽഗാമിലെ ലദ്ദാഖിലാണ് ഞങ്ങളുള്ളത്. മനോഹരമായ പെഹൽഗാം തായ്വരയിലൂടെ ഒഴുകുന്ന ഒരു റിവറാണ് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നത് ഐസ് മലകളാണ്. ഇപ്പോഴും ഐസ് ഉണ്ട് അവിടെ, കണ്ടില്ലേ? ഇതൊരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു പറ്റം ആടുകൾ കേട്ടോ ചെമ്പിടിക്കാൻ വരികയാണ്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. പെഹൽഗാം എന്ന് പറയുന്നത് എക്സാക്ട്ലി പാരഡൈസ് ഓഫ് എർത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ശ്രീനഗർ യാത്രയുടെ 4ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് രാവിലെ ശ്രീനഗറിൽ നിന്ന് ഇനി പോകുന്നത് പെഹൽഗാമിലേക്കാണ്. പ്രസിദ്ധമായി ഇപ്പം മാറിയ പെഹൽഗാമിലേക്ക്. പെഹൽഗാമിന്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ശ്രീനഗറിൽ തന്നെ എത്തി അനന്ത്നാഗ് ടു ബനിയാൽ റെയിലില് സ്പെഷ്യൽ ട്രെയിനാണ്, അതിൽ കയറിയിട്ട് പോകണം. അവിടുന്ന് പിന്നീട് ജമ്മുവിലേക്ക് വീണ്ടും ഒരുപാട് 200-300 കിലോമീറ്ററിനടുത്തുണ്ട്. അത് ഷെയർ ടാക്സിയിൽ അങ്ങോട്ട് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ വരെ പോകണം. പിന്നീട് ഇൻഷാ അല്ലാഹ് ജമ്മു താവിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിൻ മാർഗം ഇന്ന് രാത്രി പുറപ്പെടും. അപ്പോൾ കാശ്മീരിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് മെമ്മറികൾ നമുക്ക് നൽകിക്കൊണ്ടാണ് ഈ കാശ്മീർ നമ്മളെ യാത്ര അയക്കുന്നത്. ഇതിൽ നമ്മോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ ജാവേദ് ഭായ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. മിറാജ് ഭായ് മാഷാ അല്ലാഹ് വെരി ഗ്രേറ്റ് സർവീസ് ടു അസ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മെ കൊണ്ടുപോയി കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ചു തന്നു. നമ്മുടെ ടൂർ ഓപ്പറേറ്ററായ ഹുദൈഫയും അദ്ദേഹമാണ് നമുക്ക് ഈ ഒരു പാക്കേജ് ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് അറേഞ്ച് ചെയ്ത് തന്നത്. അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് എപ്പോഴും അവൈലബിളായി ഓൺലൈനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഏറ്റവും നല്ലൊരു സർവീസ് നമുക്കിവിടെ കിട്ടി. നല്ല റൂമും കാര്യങ്ങളും എല്ലാം കിട്ടി. അൽഹംദുലില്ലാഹ് ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി കാഴ്ചകൾ, പെഹൽഗാമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഡൽഹിയിലെ കാഴ്ചകളും ഒക്കെ നമുക്ക് പിന്നീട് കാണാം. ആർമി ക്യാമ്പാണ് ഇതൊക്കെ, ആർമീൻ്റെ ക്യാമ്പ്. പുൽവാമയിലുള്ള അറ്റാക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടത്. ഈ സൈഡ് പുൽവാമയാണത്. അങ്ങേ ഭാഗത്ത് ഇവിടെയാണ് പുൽവാമ അറ്റാക്ക് ഉണ്ടായിരുന്നത്. ജലം റിവറിന്റെ കാഴ്ചകളാണ്. അനന്ത്നാഗ് സിറ്റിയാണ് കേട്ടത്. ഇവിടുന്നാണ് അനന്ത്നാഗിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. ബനിയാൽ വരെയുള്ള ട്രെയിന്. അവിടുന്ന് വീണ്ടും പിന്നെ ടാക്സിക്ക് പോകുന്നുണ്ടോ ജമ്മുവിലേക്ക്. ആപ്പിൾ തോട്ടമാണ്. ഇതേപോലെ ഒരുപാട് ആപ്പിൾ തോട്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാശ്മീരിലെ പെഹൽഗാമിലേക്ക് പോകുന്ന വഴിയിൽ നിറയെ ആപ്പിൾ തോട്ടങ്ങൾ കാണാം കേട്ടോ. അങ്ങനെയുള്ളൊരു ആപ്പിൾ തോട്ടത്തിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വെക്കാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ സീസണല്ല, ചെറിയ കായ് ഉണ്ടാകുന്നേ ഉള്ളൂ കേട്ടോ. എന്നാൽ ഈ തോട്ടം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കയറി വെക്കാണ്. अस्सलाम वालेकुम भाई, इसे आपका नाम? മുസ്താഖ് ഭായ്. ഇത് आपका ഫീൽഡ്? ഓക്കെ. ഇത് സീസൺ അല്ല എന്നാണ് പറയുന്നത്. മുസ്താഖ് ഭായ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബറിലാണ് ഇതിന്റെ സീസണൊക്കെ വരുന്നത് കേട്ടോ. സെപ്റ്റംബർ ഒക്ടോബർ ചെയ്യോ. ജസ്റ്റ് ഈ ആപ്പിൾ തോട്ടം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം. ഇവിടെ ആപ്പിളിന്റെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇതാണ് ആപ്പിൾ, കുഞ്ഞ് ആപ്പിൾ ഉണ്ടല്ലേ.
പതുക്കെ ഓടിക്കോ. ആപ്പിൾ തോട്ടം ഇത് ഓൾസോ ഇത് അനദർ ടൈപ്പ് ഓഫ് ആപ്പിൾ. തൊടണ്ട തൊടാൻ പറ്റൂല കേട്ടോ. ഞാഞ്ഞല്ല ആപ്പിള് ആപ്പിള് കേട്ടോ. കുഞ്ഞു ആപ്പിളാണ്. ഇനി ഒരു 30 കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ പഹൽഗാമിലെത്തും. മനോഹരമായ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകട്ടോ. ഇതാണ് പഹൽഗാമിലേക്കുള്ള ഒരു പ്രത്യേകത. ഗ്രാമീണ കാഴ്ചകളാണ് പ്രധാനമായിട്ട്. വയലുകളും ആപ്പിൾ തോട്ടങ്ങളും അത് സഫ്രോൺ തോട്ടങ്ങളും ഇതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ്. ഇപ്പം ആപ്പിളിൻ്റെ സീസൺ അല്ല. ഇതെല്ലാം വാൾനട്ട് ട്രീകളാണ് ഇതിന്റെ റോഡിന്റെ പാർശ്വങ്ങളിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. കാശ്മീരിലെ ഒരു വലിയ രസകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ആട്ടിൻ പറ്റങ്ങൾ. കണ്ടോ, മാഷാ അല്ലാഹ്, വലിയൊരു ആട്ടിൻ പറ്റാണ് വരുന്നത്. ചെമ്മരിയാടാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ രോമം അവരെടുത്തിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ ക്ലോത്തൊക്കെ അവർ നിർമ്മിക്കുന്നത്. ഇത് നമ്മൾ പഹൽഗാം ഏരിയയിലേക്ക്, പഹൽഗാമിലേക്ക് പ്രവേശിക്കുകയാണ്. വെൽക്കം ടു പഹൽഗാം. ഓക്കെ, പഹൽഗാമിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി പഹൽഗാം ഏരിയ ആണ്. പഹൽഗാമിൻ്റെ കാഴ്ചകളാണ്. പഹൽഗാമിലേക്ക് എൻട്രി തന്നെ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചാണ് നമ്മൾ പഹൽഗാമിലേക്ക് എൻട്രി ചെയ്യുന്നത് തന്നെ. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ മനോഹരമായ നദിയുടെ കാഴ്ച, പർവ്വത നിരകൾ. പഹൽഗാമിൻ്റെ മനോഹരമായ തായ്വരയാണ് കേട്ടോ ലെതർ റിവർ. റാഫ്റ്റിംഗ് പോയിന്റ് ക്യാൻഡർ. പഹൽഗാമിലേക്കുള്ള യാത്രയിൽ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ഈ റിവറും അതിൻ്റെ ചാരത്തുള്ള വൃക്ഷങ്ങളും മേടുകളും മലനിരകളും ഒന്നും പറയാനില്ല കേട്ടോ. മനം കുളിർപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പഹൽഗാമിലേക്കുള്ള യാത്ര തന്നെ. പഹൽഗാമിലെത്തിയില്ല, ഇനി ഏകദേശം 10 കിലോമീറ്ററോളം പോകാനുണ്ട്. ഇതുവരെ കാണാത്ത ആൾക്കാരായിരുന്നു ഇവിടെ എത്തിയിട്ട്, അവരെയും കണ്ടപ്പോൾ. ഓക്കെ, മഞ്ഞുമലകളുടെ കാഴ്ചകൾ കാണുന്നുണ്ട് കേട്ടോ. ഇത്രയും ഉയരത്തിലാണ്. ഭൂമിയിലെ സ്വർഗം കാശ്മീർ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊരു അതിശയോക്തി പറയുകയാണെന്ന്. യഥാർത്ഥത്തിൽ കാശ്മീർ വന്ന് കാണുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും എത്ര മനോഹരമായ കാഴ്ചകളാണ് കാശ്മീർ നമുക്ക് സമ്മാനിക്കുന്നതെന്ന് ഇവിടെ വന്ന് കാണണം. അപ്പോൾ തന്നെ അറിയുള്ളൂ. ഇന്ന് ദൂരെ കാണുന്നത് ഐസ് നിറഞ്ഞ മലനിരകളാണ്. ഈ സമ്മറിലും ഐസ് ഉരുകാതെ കിടക്കുന്നുണ്ട് അവിടെ. സോനാമർഗിലും അതേപോലെ ഗുൽമർഗിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ പഹൽഗാമിലും ഐസ് ഉണ്ട്. പക്ഷെ അത്രയും ഇന്ന് നമ്മൾ ഐസ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കുത്തിയൊലിക്കുന്ന ലെതർ റിവർ, അതിൻ്റെ ഇരുപാർശ്വങ്ങളിലുമുള്ള ദേവദാർ വൃക്ഷങ്ങൾ, മലനിരകൾ, എന്ത് മനോഹരമുണ്ട്. വീണ്ടും ഒരു പറ്റം
ചെമ്മരിയാടുകൾ കേട്ടോ, കുതിരവണ്ടിക്കാർ. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്, ആർമി ഗുഡ്വിൽ പബ്ലിക് സ്കൂൾ. പഹൽഗാമിലേക്ക് എൻട്രി. ദർഗയാണ് കേട്ടോ അവിടെ കാണുന്നത്. ഇത് മനോഹരമായൊരു മസ്ജിദും കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ പഹൽഗാമിന്റെ എൻഡിലെത്തിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഈ മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ ഒന്ന് എത്തിയെടുക്കാൻ വേണ്ടി. അങ്ങനെ പഹൽഗാമിന്റെ ഏകദേശം ഏരിയയിൽ എത്തിയിട്ടുണ്ടോ. ഇപ്പൊ നമ്മുടെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ ചോട്ടോ പിടിച്ചോ, ഐഫൊക്കെ മോയലും കുട്ടിനെ കിട്ടിട്ടോ. ആഹാ ഫാബിക്കും കിട്ടി. എടേ കേക്ക് ഓക്കെ ഓക്കെ. പഹൽഗാം, അതിമനോഹരമായ പഹൽഗാമിന്റെ കാഴ്ചകൾ. ഈ റിവറും കൂടി ഈ നദിയുടെ ഇപ്പൊ വീയല്ലോ. വെള്ളത്തിന്റെ തണുപ്പ് എന്താ പറയാ, ഐസ് തന്നെ ഐസ്. അത്രയും തണുപ്പുള്ള വെള്ളാണ്. നമുക്ക് ഇവിടെ പട്ടാളക്കാരുണ്ട്, അവരോട് ചോദിച്ചു പുഴയിൽ ഇറങ്ങാൻ പറ്റുമെന്ന് വെച്ചു. അവർ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അങ്ങനെ പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങി. നല്ല തണുപ്പാട്ടോ. ലെതർ റിവർ എന്നാണ് ഇതിന്റെ പേര് എന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. ലെതർ. അങ്ങ് ദൂരെ കാണുന്നത് ഐസ് മലകളാണ്. ഇപ്പോഴും ഐസ് ഉണ്ട് അവിടെ, കണ്ടില്ലേ? അതിൻ്റെ ആ ഐസ് ഉരുകി വരുന്ന വെള്ളമാണത്. അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. ഇപ്പോൾ പഹൽഗാമിൽ ഈ ഉള്ളതിന് ശേഷം ഇങ്ങോട്ട് എൻട്രി ഉണ്ട്. പക്ഷേ ബൈസറൻ വാലി പോലെയുള്ള വാലിയിലേക്ക് ഹോഴ്സ് റൈഡിംഗ് ഒന്നും ഇപ്പോൾ ഇല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും നഷ്ടമാവില്ല. ഇങ്ങോട്ട് വരുന്ന വഴി ഇവിടെ ആ ഒരു വില്ലേജുകളുടെ കാഴ്ചകളൊക്കെ തന്നെ നമ്മുടെ കൺ കൂർപ്പിക്കും. അതേപോലെ ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ കാഴ്ച എന്തുകൊണ്ടും നമുക്ക് ഇതൊരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്. കണ്ടില്ലേ? മലനിരകൾ, ദേവദാർ വൃക്ഷങ്ങൾ. തണുപ്പാട്ടോ, തണുത്ത് കയറും. അത്രയും തണുപ്പാണ്. നമുക്ക് ഈ വെള്ളത്തില് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും തണുപ്പാണ്. ഒന്ന് ഓടി ഏതെങ്കിലും പാറക്കല്ലുമ്പോ കയറി നിൽക്കണം, അല്ലെങ്കിൽ കാല് ഫ്രീതായി പോകും. ബൈസറൻ വാലിയുടെ കാഴ്ചകളാണ്, സോറി പഹൽഗാമിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ബൈസറൻ വാലി ഒന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല. ഇപ്പം അതേപോലെ ഹോഴ്സ് റൈഡിംഗ് ഒന്നും ഇപ്പം ഇല്ല കേട്ടോ. അതൊക്കെ തൽക്കാലം നിർത്തി വെച്ചേക്കാണ്. നമുക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ പ്രകൃതിയൊക്കെ കാണാം. ഇത് തന്നെ എമ്പാടാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ മാഷാ അല്ലാ, വാവ്. ഒരു പറ്റ ആടുകൾ കേട്ടോ, ചെമ്മരിയാടുകളുണ്ട്, സാധാ ആടുകളുണ്ട്. അവർ വെള്ളം കുടിക്കാൻ വരികയാണ്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ കുതിരക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുതിരക്കാരെ കാര്യമൊക്കെ ഇപ്പോൾ കഷ്ടമാണ്. ഇപ്പോൾ ഈ കുതിര ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഇവിടെ ഗവൺമെൻറ് തൽക്കാലം നിർത്തി വെച്ചേക്കാണ്. പട്ടാളക്കാർ വിടുന്നില്ല. അപ്പോൾ ഏതായാലും ഇങ്ങോട്ടെത്തുക. പഹൽഗാം എന്ന് പറയുന്നത് എക്സാക്ട്ലി പാരഡൈസ് ഓഫ് എർത്ത് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. മാഷാ അല്ലാഹ്. ഇവിടുന്നായിരുന്നു കേട്ടോ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ തുടങ്ങുന്ന സ്ഥലം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഹോഴ്സ് റൈഡിങ്
ഇപ്പോൾ അനുവദിക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് കണ്ടുപോകാനേ പറ്റുള്ളൂ കേട്ടോ. ഇതന്നെ അതിമനോഹരമാണ്. ആളുകളും മാർക്കറ്റൊക്കെയാണ് പഹൽഗാമിൻ്റെ എൻഡാണ്. പാവം ഹോഴ്സുകളൊക്കെ പണി മുടങ്ങിയിട്ട് ഒരു മാസത്തോളമായിപ്പോൾ. പഹൽഗാം മാർക്കറ്റ്, പഹൽഗാമിൻ്റെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ എത്തി നമ്മൾ കേട്ടോ. ഇവിടെയാണ് ഇവിടുത്തെ ഹോട്ടലുകളും ഇതെല്ലാം ഉള്ളത്. ഇതെല്ലാം ഇപ്പോൾ ഫ്രീ ആണ്, ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. ഒന്നും ഒരു അധികം വളരെ കുറഞ്ഞ ടൂറിസ്റ്റുകൾ മാത്രമാണുള്ളത്. ഇതുവരെ നമ്മോടൊപ്പം 4 ദിവസം നമുക്ക് ഫുൾ എല്ലാ സ്ഥലങ്ങളും കാണിച്ച് നമ്മളെ ടവേര കാർ കേട്ടോ, നമ്മളെ മിറാജ് ബായിയുടെ കാറ്. ഹോഴ്സ് റൈഡിങ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ സാർ, ദിസ് സൈഡ്. ഇവിടുന്ന് ആയിരുന്നു ഹോഴ്സ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ നടന്നു പോകാം കാണുന്നില്ലേ. പക്ഷെ അതെല്ലാം ഇപ്പോൾ ക്ലോസ് ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് വളരെ മനോഹരമാണ് പ്രകൃതി തന്നെ. പക്ഷേ ഹോഴ്സ് റൈഡിങ് അതേപോലെ ഇതിൻ്റെ വാലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാനൊരു രക്ഷയില്ല. പോലീസ് പട്ടാളപ്പ് വിടുന്നില്ല. കേട്ടോ, ആട്ടിൻപറ്റങ്ങളുടെ കാഴ്ചക്ക് ഒരു കുറവില്ല കേട്ടോ. ഞാൻ ആദ്യം ഓരോ വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ കാണുന്നിടത്തെല്ലാം ഇത്തരം 100 കണക്കിന് ആടുകളുടെ കൂട്ടങ്ങളാണ്. ശ്രീനഗറിലെ കാശ്മീരിലെ ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. ജമ്മു താവിയിലേക്ക് തിരിക്കുകയാണ്. ഓക്കെ, അനന്തനാഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. ദിസ് ഇസ് maybe will come another, no? Yeah, गाड़ी निकल गई. अब दूसरी नेक्स्ट आएगी. 2 o'clock आएगी. അനന്തനാഗ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ഇനി നമ്മൾ ബനിയാലയിലേക്ക് ട്രെയിൻ കയറി ബനിയാലയിൽ നിന്ന് ടാക്സിയിൽ ജമ്മു താവിയിൽ പോയിട്ട് വേണം ഡൽഹിയിലെത്താൻ. ബനിയാൽ ടണൽ. നമ്മൾ ജമ്മു താവിയിലേക്കുള്ള യാത്രയിലാണ്, ടാക്സിയിലാണ് പോകുന്നത്. ബനിയാൽ ടണൽ. ഇങ്ങനെ ടണൽ കണ്ടോ, ഇത്ര ദൂരം.